ഇങ്ങനെ ഒരു സ്ട്രാറ്റജി സിസ്റ്റം ഇതൊക്കെ പുതിയ നമ്മൾ ഉണ്ടാക്കുന്ന കുറേ സംഭവങ്ങളാണ്. ഞാനതിൽ മനസ്സിലാക്കിയത് എൻ്റെ ഒരു 15 കൊല്ലത്തെ ഈ മേഖലയിലുള്ള ഒരു അനുഭവത്തിലും പാഠത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ഒരു വിഭാഗം ആളുകളുണ്ട്. ഇവരെയാണ് നമ്മൾ സ്മാർട്ട് സിറ്റി കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ഇവർ ബിസിനസ്സാണ് തെറ്റിദ്ധരിച്ച ഏർപ്പാടുകാരാണ്. അതെ, അതായത് അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പരിപാടി സ്മൂത്തായിട്ട് നടക്കുകയും അവർ ഏർപ്പെടൽ നിർത്തിയാൽ ഇത് സ്മൂത്തായിട്ട് നടക്കാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏർപ്പാട് എന്ന് പറയുക. ഇവർ മാസം മാസം സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഇവരോടുകയാണ്. പാവം ഇയാൾക്ക് മാത്രം ശമ്പളം ഉണ്ടാവില്ല, ബാക്കിയുള്ളവർക്ക് ശമ്പളം കിട്ടാനാണ് ഇയാളോട്. അതുപോലെ മാസം അവസാനമാകുമ്പോൾ പിന്നെ റെൻറ്റ് കൊടുക്കാനും ബാങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കാനും ഈ പാവം ഓടുകയാണ്. ഇത് ഇവന് പുറത്ത് ആരോടും പറയാനും പറ്റില്ല. കാരണം ഇവ ഉള്ളിൽ കരഞ്ഞ് പുറത്ത് ചിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ട്രഡീഷണൽ ഓൺട്രപ്രണർ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞാലും ഞാൻ എൻ്റെ ഭാഷയിൽ ഏർപ്പാട് എന്നാണ് പറയുക. അങ്ങനെ ഏർപ്പാട് നടത്തുന്നവനെ പ്രൊഫഷണലി ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് അവിടെ സിസ്റ്റം സ്ട്രാറ്റജിയൊക്കെ ഉണ്ടായേ പറ്റും. ആദ്യം പറഞ്ഞ 3 ആൾക്കാർക്കും ഈ സിസ്റ്റം സ്ട്രാറ്റജീൻ്റെ ആവശ്യമില്ല. അവർക്ക് ചെക്ക് ലിസ്റ്റും ഷെഡ്യൂളൊക്കെ മതി. കാരണം അവരുടെ താഴത്തെ സ്റ്റാഫുകൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇയാൾക്ക് ഇയാളെ കാര്യങ്ങളൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് അവിടെ എന്നും കണ്ടിന്യൂസ് ആയിട്ട് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സിസ്റ്റവും സ്ട്രാറ്റജി ഉണ്ടായേ പറ്റും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. 200-ലധികം ബിസിനസ് ഓണേഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത 100 എക്സ്പേർട്സ് ആൻഡ് ലെജൻഡ്സ് ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ബിസിനസ് ക്ലബ് സ്മാർട്ട് സിഇഒ എന്ന് പറഞ്ഞു. സ്മാർട്ട് സിഇഒ എന്ന് സ്മാർട്ട് സിഇഒ സ്മാർട്ട് സിഇഒ For more details, contact us.